കുറച്ച് ദിവസമായിട്ട് എല്ലാവരും എന്നോട് അക്ബർ ഖാൻ റിലേറ്റഡ് ആയിട്ട് ഫസ്മിന ചെയ്ത വീഡിയോ എന്തുകൊണ്ട് സായി ഒന്നും ഒരു അഭിപ്രായം പറയുന്നില്ല എന്നുള്ളൊരു ചോദ്യം കമൻറ്റ് ബോക്സിലും എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിലും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ ഇതിൻ്റെ ഒരു തുടക്കം അവർ രണ്ടുപേരും ഈ ടിൻഡർ റിലേറ്റഡ് വിഷയങ്ങൾ ചാറ്റ് വഴി സംസാരിച്ച് ദ വെരി നെക്സ്റ്റ് ഡേ എനിക്ക് ഫസി മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു നമ്പർ അയച്ചിട്ട് ചോദിച്ചു, ഇത് അക്ബർ ഖാൻ്റെ നമ്പറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള നമ്പറല്ല അത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ എൻ്റെ ഉള്ള നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ അക്ബറിനായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ ആ വിഷയത്തിൽ തുടക്കം മുതലേ ഫസീനോടും അക്ബറിനോടും സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ലേറ്റർ ഓൺ ഫസി അത് ഞാൻ കണ്ടൻറ്റായിട്ട് ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് ഫസീനോട് ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അക്ബറിനോടും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, അത് അങ്ങനെ തീർന്നു പോവുകയാണെങ്കിൽ പോട്ടെ, വലിയ എസ്കലേഷൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. അത് ആ രീതിക്ക് ആ സെൻസിൽ ആളുകൾ എടുക്കുകയാണെങ്കിൽ എടുത്തിട്ട് പോവും എന്നുള്ള രീതിക്കുള്ളൊരു സ്റ്റാൻഡിലാണ് ഞാൻ നിന്നത്. പക്ഷേ ഇപ്പോൾ ഡേ ബൈ ഡേ എനിക്ക് ഒരുപാട് പേര് ഇത് അയച്ചു തരുന്നുണ്ട്. ഒരു പക്ഷേ ബിഗ് ബോസ് സമയത്ത് അക്ബറിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ച എൻ്റെ വൈഫ് സ്നേഹ അക്ബറിൻ്റെ PR ആണ് എന്ന് വരെ പറഞ്ഞൊരു സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം പലരും വിചാരിക്കുന്നത് അക്ബർ ഖാൻ വിഷയമായതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് കുറേ പലരുടെയും ഫെൻസുകൾ വന്നിട്ട് എന്നെ ചീത്ത വിളിച്ച് പോകുന്നുണ്ട്. അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഈ പണി തുടങ്ങിയിട്ട് കുറേ കാലമായില്ല, അപ്പോൾ പിന്നെ അത് മൈൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ബട്ട് നൗ വൈ ദിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 1-2 വീഡിയോസ് കണ്ടു. ഫസ്മിനെയും ലല്ലൂബിയും ബാംഗ്ലൂരിൽ വെച്ച് കണ്ട് ഒരു ചായക്കടേൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ആരൊക്കെ എടുത്തതും, അതിനെ തുടർന്ന് ഫസ്മിയോട് പോയിട്ട് ചോദിച്ച സമയത്ത് ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണെന്ന് ഫസ്മിൻ്റെ റിപ്ലൈ കൊടുത്തതൊക്കെ ആയിട്ടുള്ള സ്ക്രീനുകളൊക്കെ കാണാനിടയായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൊത്തം വെച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ വിഷയം ഇവിടെ തീരുകയാണെന്നുണ്ടെങ്കിൽ അത് തീരട്ടെ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡേറ്റിംഗ് ആപ്പ്, ഇവിടെ ഡേറ്റിംഗ് ആപ്പിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. ഓക്കെ, പ്രോസ് ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് ഏത് രീതിയിലാണ് പ്രോസ് ആവുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോ വശങ്ങൾ എന്തൊക്കെ, അയാൾക്ക് എങ്ങനെ അത് ബെനിഫിറ്റ് ആവുന്നു എന്നുള്ളതൊക്കെ ആ വ്യക്തി അപ്രോച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അയാൾക്ക് നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അനുസരിച്ചിരിക്കും, എന്തിനു വേണ്ടി അയാൾ അവിടെ നിൽക്കുന്നു എന്നുള്ള ബെനിഫിറ്റ് അനുസരിച്ചിരിക്കും. ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ആരൊക്കെയോ ഡേറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് അവിടെ പോയി ചാടി കയറി ഇരുന്ന് അവിടുന്ന് പണി വാങ്ങി കൂട്ടുന്നവരും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അങ്ങനത്തെയൊക്കെ കോണ്ടൻറ്റ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ബാക്കിയുള്ളവർ ചെയ്ത് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഡേറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് ഏറിപ്പോയോ ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡേറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പിൻ്റെ ഒരു സീൻ എന്താണ് കേരളത്തിൽ എന്നുള്ളത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. ഓക്കെ, ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞ സാധനം കേൾക്കുമ്പോൾ അയ്യോ ഡേറ്റിംഗ് ആപ്പിലുണ്ടോ കുട്ടി, ഉണ്ടോ ഓൾഡോ, ഇതാണ് ഡേറ്റിംഗ് ആപ്പിൻ്റെ ഒരു ആംഗിൾ ഇവിടെ പൊതുവേ നമ്മുടെ സൊസൈറ്റിക്ക് അകത്തുള്ളത്. അയ്യോ ഡേറ്റിംഗ് ആപ്പിലുണ്ടോ, ഇതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയുടെ മുന്നിലേക്കാണ് ബിഗ് ബോസ് ഫെയിം, അതിൻ്റെ മുന്നേ റിയാലിറ്റി ഷോ ഫെയിം, പിന്നെ ഡേറ്റിംഗ് ആപ്പിലുള്ളത് കൊണ്ട് തന്നെ ഇയാളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് അക്ബർ ഖാനെ ഫസി തൂക്കി എന്നുള്ള ടേംസിലെ കാര്യങ്ങൾ വരുന്നത്. ആദ്യം ഫസ്മിന ഇൻസ്റ്റാഗ്രാമിലൊരു റീൽ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത്. ഒരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ ഹാപ്പിയാണ്, പക്ഷെ ടിൻഡർ ബമ്പിൾ അരികെ അവിടെ ഇവിടെ ഒരു ചെറിയ മനസ്സുകൾ, പക്ഷെ വലിയ വില കൊടുക്കേണ്ടി വരും. ദയവായിട്ട് ഒരു നാൾ ആ നോട്ടിഫിക്കേഷൻ അവരുടെ കൈകളിലോട്ട് എത്തിക്കും. പൊക്കും എന്തായാലും പൊക്കും. പാർട്ട്ണർ ആ വഴിക്ക് പോകും. മനസ്സുകൊണ്ടോന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിന്റെ കട്ടി പോലെ ഇരിക്കും. അപ്പം ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്താൽ ചുളിവിൽ അറിയാണ്ട് രക്ഷപ്പെടാം. അല്ല നിങ്ങൾ അത് ഹൈഡ് ആപ്പിലോട്ട് ഇടുകയാണെങ്കിൽ. ഓക്കെ, ഇതിൽ ഫസ്മിനെ പറഞ്ഞു വെക്കുന്നത് ഡേറ്റിംഗ് ആപ്പിൻ്റെ ഒരു കുൽസിത സീനാണ്. അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേറെ റിലേഷൻഷിപ്പിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് പരസ്പരം അറിഞ്ഞുകൊണ്ടല്ലാത്തൊരു ആംഗിളിലാണുള്ള ഒരു സർക്കാസ്റ്റിക് സാധനമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ കണ്ടൻറ്റിലേക്കൊന്ന് പോയി നോക്കാം. ബിക്കോസ് ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പേരെ തൂക്കിയിട്ടുണ്ട്, അത് റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട്, അതങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഡേറ്റിന് പോകുന്ന, ലിവിങ് ടുഗെദർ അടിക്കുന്ന, അല്ലെങ്കിൽ കപ്പിളായിട്ട് നിന്നുകൊണ്ട് തന്നെ ഡേറ്റിങ്ങിന് പോകുന്ന ഒരു പുതിയ ഒരു ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ പോലും ഒരു ഷോർട്ട് ടൈം പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സൊസൈറ്റിയിൽ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അതും ഒരു സൈഡിൽ എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കുന്ന ഇഷ്ടംപോലെ ആളുകളും നമ്മുടെ സൊസൈറ്റിക്കകത്ത് കാണാൻ പറ്റും. സൊസൈറ്റി ഹാവ് ഇവോൾവ്ഡ്. ഇനി മുന്നോട്ട് ഇത് ഇവോൾവ് ചെയ്യും. പല മാനങ്ങളിലേക്ക് സൊസൈറ്റി മാറും. ഒരു കൺവെൻഷണൽ സ്റ്റേജിൽ നിന്നൊക്കെ
അടുത്ത വരുന്ന തലമുറകൾ മാറിപ്പോവും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഇതൊരു മൈനോറിറ്റി ആണെന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു മെജോറിറ്റി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാധനം വെച്ചിട്ടാണ് ഈ സർക്കാസ്റ്റിക് സാധനം അടിച്ചു വിട്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു നല്ല ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടേംസിൽ ഈ സാധനങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് എ വീഡിയോ വിച്ച് ഞാൻ എൻ്റെ സ്വന്തം പെർസ്പെക്റ്റീവിൽ അല്ലെ എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിന് രണ്ട് സൈഡ് ഉണ്ടാവും, ഐ ഡോണ്ട് നോ, ഉണ്ടാവും ഒബ്വിയസ്ലി, ബിക്കോസ് എല്ലാ കാര്യത്തിനും ഒരു വേറെ സൈഡ് അല്ലെങ്കിൽ വേറെ പെർസ്പെക്റ്റീവ് ആൾക്കാർക്കുണ്ട്, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന എൻ്റെ പെർസ്പെക്റ്റീവാണ് ആൻഡ് ഐ ഹോപ്പ് യു റെസ്പെക്ട് ഇറ്റ്. സോ ഫസ്മിന ആദ്യമേ പറയുന്നുണ്ട്, ഫസ്മിനയുടെ പേഴ്സ്പെക്റ്റീവാണ്. ഓക്കെ, ഇത് പേഴ്സ്പെക്റ്റീവ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഫസ്മിനയ്ക്ക് ഇതുപോലൊരു വ്യക്തി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്മിന പാർട്ട്ണറായിട്ടുള്ള അല്ലെങ്കിൽ ഫസ്മിനയുടെ പാർട്ട്ണറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഓൾറെഡി LUB എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ഫസ്മിനെ വിളിച്ച് പറഞ്ഞതാണ്. സോ അങ്ങനത്തെയൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസിലൂടെ വന്ന് അങ്ങനത്തെയൊക്കെ ഒരു സാധനം ലൈഫിൽ അനുഭവിച്ച് സഡനായിട്ട് ഇങ്ങനത്തെ ഒരു വിഷയം കേൾക്കുകയാണ്. ഒരു വെൽ നോൺ സെലിബ്രിറ്റി ഇതേപോലെ ഒരു ടിൻഡർ ആപ്പിൽ ഒരാളോട് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഫസ്മിനയുടെ സിറ്റുവേഷനും ഫസ്മിനയുടെ ഒരു മൈൻഡ് സെറ്റും വെച്ച് ഫസ്മിനയ്ക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഫസ്മിന പറയാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ ഫസ്മിനയോട് സംസാരിച്ച സമയത്ത് ഞാൻ ഫസ്മിനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്മിന, എവ്രി പേഴ്സൺ എവ്രി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, ഫസ്മിന എനിക്ക് അയച്ചു തന്ന സ്ക്രീൻഷോട്ടിനകത്ത് എവിടെയും ആ വ്യക്തി ഒരു ബാഡ് ഇൻറ്റൻഷൻ, ഒരു വൾഗർ ഇൻറ്റൻഷൻ നടത്തി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ഫസ്മിന എന്നോട് ചോദിച്ചു, സായി അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ ഡേറ്റിംഗ് ആപ്സ്? ഞാൻ എങ്ങനെയാണ് ഒരു ഡേറ്റിംഗ് ആപ്പിനകത്ത് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്, അതിൻ്റെ വേരിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല, ഞാൻ ആപ്പ് ഡിലീറ്റ് ചെയ്ത് പോയി. ബിക്കോസ് ആസ് എ കോണ്ടൻറ്റ് ക്രിയേറ്റർ ഈ ഡേറ്റിംഗ് ആപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഫേക്ക് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനകത്ത് ജെനുവിൻ ആയിട്ട് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ഫേസ് കൊടുക്കണം, ആധാർ കാർഡ് കൊടുക്കണം, കുറേ സാധനങ്ങൾ. ചില ആപ്പുകളുടെ അകത്ത് ഹൈ സെക്യൂരിറ്റി ഉണ്ട്. ബ്ലൂടിക്കുള്ള പ്രൊഫൈലുകളെ മിമിക് ചെയ്യാൻ, ഫേക്ക് ചെയ്യാൻ വളരെ പാടുള്ള പരിപാടിയാണ്. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് വേണം നമുക്കും കോണ്ടന്റിൽ നിങ്ങളോട് സംസാരിക്കാൻ. ബട്ട് ഐ എം നോട്ട് യൂസിങ് ഇറ്റ്. ഞാൻ എവിടെയും അങ്ങനെ ഒരു സംസാരത്തിന് പോയിട്ടില്ല, ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഡെഫിനറ്റ്ലി അതാണ് സംഗതി. എൻ്റെ ലൈഫിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനത്തെ എന്താ പറയുക, അപ്പോൾ ചുറ്റും ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സറൗണ്ടിങ്ങിൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇനി പുതിയൊരു എന്താ പറയുക കണക്ഷൻ അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയോട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഇപ്പോഴത്തെ മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് സ്റ്റൈലിലോ എനിക്കിപ്പോൾ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് ഇറ്റ്. നാളുകളിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മേ ബി ഞാനും എക്സ്പ്ലോർ ചെയ്യാൻ പോകും മനുഷ്യനാണ്. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന മനുഷ്യന് നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര കോംപ്ലക്സാണ്. നമ്മളൊരു സിറ്റുവേഷനിൽ അകപ്പെടുമ്പോഴാണ് നമ്മൾ അവിടുന്ന് സർവൈവ് ചെയ്യാൻ ഏത് രീതിക്കും സർവൈവ് ചെയ്യണം എന്നുള്ളൊരു രീതി വരും. ലൈഫിൻ്റെ സിറ്റുവേഷനിൽ എന്ത് വേണേൽ നമുക്കൊക്കെ സംഭവിക്കാം, മെൻ്റലിയും ഫിസിക്കലിയും സംഭവിക്കാം. സർവൈവൽ സ്കില്ല് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ളതനുസരിച്ചിരിക്കും ബാക്കി നമ്മളുടെ ഫ്യൂച്ചർ എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ആപ്സ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത് വെച്ചത് പിന്നെ അങ്ങനെ പോയി, പിന്നെ യൂസ് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ ഫസ്മിന പറഞ്ഞു യെസ്, ഫസ്മിനയുടെ ലൈൻ അതായത് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്തിന് ഈ പറഞ്ഞ ആപ്പിൽ കയറുന്നു, എന്തിന് പുതിയൊരു കണക്ഷൻ എക്സ്പ്ലോർ ചെയ്യുന്നു, അതിൻ്റെ മീനിങ് എന്താ, ഇതാണ് ഫസ്മിനയുടെ ക്വസ്റ്റ്യനിങ്. നമുക്ക് കേരളത്തിൽ ഒഫീഷ്യലായിട്ട് അത്രയും പോപ്പുലറായിട്ട് നിൽക്കുന്ന 3 ഡേറ്റിംഗ് ആപ്സാണ് ഉള്ളത്. ടിൻഡർ, ബംബിൾ, അരികെ. നിങ്ങൾ എവിടെ നോക്കിയാലും ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാലും നിങ്ങൾ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊമോഷൻസ് സൈഡിൽ കൂടെ ചെറുതായിട്ട് കാണാൻ പറ്റും. ലൈക്ക് അഹാന കൃഷ്ണൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് അങ്ങനെ ഇതിനെ ഒഫീഷ്യലായിട്ട് ഡേറ്റിംഗ് ആപ്സ് എന്നാണ് വിളിക്കാറ്. പോട്ടെ, അതിലോട്ട് നമുക്ക് പോവാം. അതിന് മുന്നേ ഈ ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് പറയുന്ന ഡേറ്റിംഗ് ആപ്സ് എന്ന് വെച്ചാൽ അതായത് ടിൻഡർ യൂസ് ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് പറയുന്നത് അവർ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സർക്കിൾ കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഐഡിയാസ് സംസാരിക്കാൻ വേണ്ടി, ആ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കണ്ടുപിടിക്കുക, ടു മേക്ക് മീറ്റ് പീപ്പിൾ ഇൻ എ വേ ദേ ഡെവലപ്പ് ബിസിനസ്, അല്ലെങ്കിൽ അവരുടെ സർക്കിൾ വൈഡൻ ആക്കുക, ജസ്റ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് സംസാരം, അത്രേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് നത്തിങ് സീരിയസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊരു വളച്ചൊടിച്ച്, അതായത് ഈ ടിൻഡർ, ബംബിൾ, അരികെ അങ്ങനെയുള്ള ആപ്സൊക്കെ വളച്ചൊടിച്ച് ഇവരുടേതായിട്ടുള്ള രീതിയിലോട്ട് കൺസ്ട്രക്റ്റ് ചെയ്യും.
ഞാൻ ആ രീതിയോട് തീരെ യോജിക്കുന്ന ആളല്ല. ബിക്കോസ് ടിൻഡർ പോലും ടിൻഡറിനെ പറ്റി എന്താ പറയുന്നത് നിങ്ങൾക്കറിയാവോ? ടിൻഡറിനെ പറ്റി പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ഡേറ്റിംഗ് സൈറ്റ്. ഓക്കെ, നിങ്ങളിപ്പം ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ടിൻഡർ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ ടിൻഡറിൽ എഴുതി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടിൻഡർ ഡേറ്റിംഗ് ആപ്പ് മാച്ച് മീറ്റ് ന്യൂ സിംഗിൾ പീപ്പിൾ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാച്ച് ചെയ്യുക, സിംഗിളായിട്ടിരിക്കുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യുക. ഇതാണ് ഒഫീഷ്യലി ടിൻഡറിനെ പറ്റി എഴുതിയിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾ ഗൂഗിളിൽ വിക്കിപീഡിയ പോയി സെർച്ച് ചെയ്താലും ഇറ്റ് ഈസ് എ ഡേറ്റിംഗ് ആപ്പ് എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് അതിനെ ആപ്പ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ആൾക്കാർ ആപ്പിനെ വളച്ചൊടിക്കും. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ആ പറയുന്നതിൽ ഒരർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ബിസിനസ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ ടിൻഡർ തന്നെ വേണമെന്നില്ല. ആൻഡ് സോഷ്യലി നിങ്ങൾക്ക് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ വൈ നോട്ട് യൂസ് ഇൻസ്റ്റഗ്രാം? എന്തുകൊണ്ട് പറ്റുന്നില്ല? വൈ നിങ്ങളൊരു ഡേറ്റിംഗ് ആപ്പിൽ തന്നെ കയറിയിട്ട് നിങ്ങളുടെ സർക്കിൾ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു? ഐ ഡോണ്ട് എഗ്രി വിത്ത് ഇറ്റ്. എൻ്റെ പെർസ്പെക്റ്റീവിൽ അത് ഇത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്മിനോട് ആര് പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഒരു ഡേറ്റിംഗ് ആപ്പിനകത്ത് കയറുന്നത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ വേറെ ഏതുതരം ബിസിനസ്സാണ്? അതായത് എൻ്റെ അറിവിൽ ഞാൻ പറയാം, എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഈ പറഞ്ഞ ആപ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, ഡേറ്റിംഗ് ആപ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അവരാരും ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് എക്സ്പ്ലോർ ചെയ്യാനോ അതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും രീതിയിൽ, അതായത് ഒരാളെ മിസ്ലീഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പാർട്ട്ണറെ സ്ട്രെയിറ്റ് അവേ പറഞ്ഞ് ഉപയോഗിക്കുന്നവരാണ് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട്. എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ പറയുന്നത് ഒരിക്കലും ഇല്ല. കാരണം ഫസ്മിന് ഇതിനകത്ത് തന്നെ വായിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. സിംഗിൾസിന് കണ്ട് സംസാരിക്കും, അതായത് അവർ പുഷ് ചെയ്യുന്ന ഒരു ടാഗ് ലൈൻ അതാണ്, സിംഗിൾസ് കണ്ട് മാട്രിമോണിയൽ ആപ്പ് ഒന്നും അല്ലല്ലോ. സിംഗിൾസ് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ സിംഗിൾ ആയവരും ഉണ്ടാവും, കമ്മിറ്റഡ് ആയവരും ഉണ്ടാവും, കല്യാണം കഴിച്ചവരും ഉണ്ടാവും. ആ ആപ്പിനകത്ത് എല്ലാവരും കാണും. ഓക്കെ, അപ്പം ഡേറ്റിംഗ് ആപ്പ് എന്നുള്ളത് ഒരിക്കലും ഒരു പാർട്ട്ണറിനെ നമുക്ക് അത്ര പൊട്ടന്മാരായ പാർട്ട്നേഴ്സൊക്കെ ഇവിടെ ഉണ്ടോ ഈ നാട്ടിൽ? എന്തായാലും ജെൻസി ഒരു ഇപ്പോഴത്തെ നിലയിൽ ഒരു 25 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സിൻ്റെ മുകളിലോ ഇനി ഇപ്പം ഒരു 40-45 വയസ്സിൻ്റെ ഇടയിലുള്ളവർക്കോ അറിയാത്ത ആരുമില്ല. 40+ ഉള്ള ആരെങ്കിലും ഒക്കെ ആവുമ്പോ ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ചിട്ട് അതും സോഷ്യൽ മീഡിയ ആയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാത്ത പക്ഷം മോസ്റ്റ് മെജോറിറ്റി ഓഫ് ആളുകൾക്കും എന്തിനാണ് ഒരു ഭർത്താവ് ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചത് എന്തിനാന്ന് ഭാര്യയ്ക്കും മനസ്സിലാവും, ഭാര്യ എന്തിനാ ഉപയോഗിക്കുന്നത് ഭർത്താവിനും മനസ്സിലാവും. അപ്പൊ അവിടെ ചോദിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് അവേ ഈ കള്ളത്തരം ഏത് ബിസിനസ് വളർത്താനാണ് അല്ലെങ്കിൽ വേറെ സോഷ്യൽ സർക്കിൾ കൂട്ടാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാരും ഡേറ്റിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു ഞാൻ പറയുന്നില്ല, ജെനുവിൻലി ഞാൻ പറയുന്നില്ല. പറഞ്ഞ വ്യക്തിന്റെ വൈഫ് ഒന്നും ഇതൊന്നും അക്ബറിന്റെ വൈഫ് ഒന്നും ഇത് അറിയാത്ത ആളല്ല. അപ്പൊ അക്ബറിന്റെ വൈഫിനെ അറിഞ്ഞുകൊണ്ട് അക്ബർ പോയിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്ത് കണക്ഷനാന്നുള്ളത് വൈഫിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അക്ബറിന് പറ്റിയിട്ടുണ്ടാവും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ബിക്കോസ് ഹീസ് എ ഫെയിം ഫേസ്. അയാൾക്കൊരു ബ്ലൂടിക്കുള്ള പ്രൊഫൈലാണ് ഇതിനകത്തുള്ളത്. അയാൾ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒന്നും കൂടി ഫെയിമായി. അയാൾ ആ ആപ്പിനകത്ത് ഇരുന്ന് ആരോടെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ അതൊരു വൾഗർ ആംഗിൾക്ക് പോയി ആ ചാറ്റ് ലീക്ക് ആവില്ലേ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ അയാൾക്ക് ഒരു മിനിമം ബുദ്ധിയും ബോധം അയാൾക്ക് ഉണ്ടാവും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്യുന്ന ഒരാൾക്ക് ഇത് എവിടെ പോകും, ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകൾ പൊന്തി വരും എന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ്. ഇനി അതും പോട്ടെ, ഇപ്പോ അവിടെ നിന്ന് ഒരു വൾഗർ ടോക്ക് നടത്തിയില്ല, സ്ട്രെയിറ്റ് അവേ നമ്പർ കൊടുത്തു, സംസാരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ അറിയാനും താല്പര്യമുണ്ടെന്ന് പറയുന്നു, പിന്നെ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യുന്നു, പിന്നെ സംസാരിക്കുന്നു ഫോണിലൂടെ ചാറ്റിലൂടെ. ഇപ്പോൾ ഫസ്മിന് ഈ വീഡിയോ ഇട്ടു, എനിക്കറിയില്ല ഫസ്മിനൊക്കെ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അക്ബറിൻ്റെ ഒരു കോൾ ഔട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. യൂഷ്വലി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അടക്കം കുറേ പേർക്ക് ഇതാ കണ്ടോ അക്ബർ എന്നോടും സംസാരിച്ചിട്ടുണ്ട്, അക്ബർ എന്നോട് ഇങ്ങനെ കാട്ടി, അക്ബർ എന്നോട് അങ്ങനെ കാട്ടി, കോൾ ഔട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അല്ല, ഇതിൽ അക്ബർ മോശമായിട്ട് അതിനകത്തില്ല. അക്ബർ എന്ത് യൂസ് ചെയ്യണം എന്ത് യൂസ് ചെയ്യണ്ടെന്നുള്ളത് ഇവരെടുത്ത് സംസാരിച്ച് ചെയ്യണം എന്നുള്ള പോലെയാണ് സംസാരിക്കുന്നത്. എനിക്കത് ഫീൽ ചെയ്തു. ഇതെന്താ അറിയോ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അക്ബറിന്റെ പേഴ്സണൽ താല്പര്യമാണ് അക്ബർ യൂസ് ചെയ്യണ്ടോ ഇല്ല, അക്ബറിന്റെ ഇഷ്ടം. അതിൽ നിന്ന് വേറൊരാൾക്ക് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഒരു എഫക്ട് അപ്പോഴേ അത് സീനുള്ളൂ എന്നായി ഞാൻ പറയൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഫസ്മിനയ്ക്ക് ഇപ്പൊ അത് വിഷയം തോന്നി, ഫസ്മിൻ അത് പുറത്ത് പറഞ്ഞു. അക്ബർ കേസ് കൊടുത്താൽ ഫസ്മിൻ അത് ഫേസ് ചെയ്യും വേണം, അത് കേസ് കൊടുത്തിട്ടുണ്ട് അക്ബർ. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്മിൻ അത് ഫേസ് ചെയ്യുക. അത് ഈ പറഞ്ഞ പോലെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ
ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിന്റെ തിരിച്ചു വരുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്തേ അത് പറ്റൂ. എവിടെ നിന്നില്ലാതെ പെട്ടെന്ന് ഒരു ജാൻസിറാണി പൊന്തി വരുമ്പോൾ അത് പൈസ ചെയ്യാനുള്ള ഒരു ഇതും കൂടെ തയ്യാറായിട്ട് നിൽക്കേണ്ടി വരും. അല്ല, അത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം. കാരണം എന്താ പറയുക, ഞാൻ ഇപ്പം നമ്മളൊക്കെ എവിടെയെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ ഒരു 10 റീസൺ കാണും. അതെ, നമുക്കൊരു 10 റീസൺ മാത്രമല്ല അത് അത്രയും പഠിച്ചു അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ വരും, ലൈക്ക് നോക്കിയിട്ട് വരുംവരായികൾ നോക്കും, കോൾ ഔട്ട് ഉണ്ടോ നോക്കും, പുറത്ത് പറയാൻ പറ്റിയ കാര്യങ്ങളുണ്ടോ നോക്കും. ഇല്ലെങ്കിൽ ഇനി നാളെ ഇതൊരു കേസായാലോ അല്ലെങ്കിൽ ഇത് വീഡിയോ ഇട്ടാലോ നമുക്ക് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിൽ സോളിഡ് എവിഡൻസ് നമ്മളെ കയ്യിൽ വെക്കും. ഇങ്ങനെയൊക്കെയാണ് മോസ്റ്റ് മെജോറിറ്റിയിലും നമ്മളൊക്കെ എന്ത് ചെയ്യാറ്, ഒരു സാധനം ചെയ്യാറ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പ്യുവർലി ഫസ്മിന് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഫസ്മിനയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ബ്രേക്കായി, റിലേഷൻഷിപ്പ് പൊട്ടി, ഓപ്പോസിറ്റ് ആൾ ചതിച്ച് പണ്ടാറടക്കി വിട്ട്, അങ്ങനത്തെ ഒരു ഇഷ്യൂല് ഫസ്മിനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു മൈൻഡ് എന്തായിരിക്കും അറിയോ, ഇവൻ ചതിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും. ഇതുകൊണ്ട് ഉണ്ടായ ഒരു അവസ്ഥ എന്താ പറയുക, ഞാൻ ശരിക്കും ഫസ്മിനോട് ഇന്നിപ്പോൾ ഫസ്മിനേൻ്റെ കാര്യം ചോദിച്ചു, ഈ ലല്ലൂബീനെ കണ്ട കാര്യം എന്നല്ലാതെ ഫസ്മിനോട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ദയവ് ചെയ്ത് ഞാൻ പ്രേക്ഷകരോട്, ഇത് ഫസ്മിനോടല്ല, ഞാൻ പ്രേക്ഷകരോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിക്കും, ഫസ്മിന് ഈ വീഡിയോ ഓൾറെഡി വരുന്നതിന് മുമ്പ് തന്നെ അക്ബറിനൊരു ടിൻഡർ ആപ്പ് ഉണ്ടെന്നും അതിലൊരു പ്രൊഫൈൽ ഉണ്ടെന്നും അറിയുന്ന ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ ഡോണ്ട് കെയർ. ബട്ട് ഷീ ഡെഫിനറ്റ്ലി കെയർസ്. എപ്പോൾ കുറേ പേര് മാസീവായിട്ട് ചെന്നിട്ട് ഇവൻ നിന്നെ ചതിക്കും, ഇവൻ നിന്നെ പറ്റിക്കും, ഇവൻ അങ്ങോട്ട് കാട്ടില്ല, ഈ കുടുംബടക്കം ഇവർക്ക് മാത്രമല്ല കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ അല്ല അങ്ങനെ മെസ്സേജ് പോലെ. ബിഗ് ബോസ് പോയ സമയത്ത് നമ്മൾ കണ്ടതാണ്, അടിപൊളിയായിട്ട് അവർ അയാളെ യൂട്യൂബ് ചാനലും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും അവർ സ്വന്തം ചാനലൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത, ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിയാത്ത ഒരു മണ്ടത്തെ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല അവർ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ അവർ രണ്ടാളോട് ഒരുമിച്ചിരുന്നിട്ടാവും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ. അവർക്ക് ഡെഫിനറ്റ്ലി എന്താ പറയുക, അറിയുമായിരിക്കും, അറിയാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഏത് സെൻസിലും ആവട്ടോ, അപ്പം നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ ഒരു വീടിനകത്തുള്ള ആളായിട്ടൊന്നും സംസാരിക്കുന്നല്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഫസ്മിനെ തിങ്ക് ചെയ്ത പോലെയും തിങ്ക് ചെയ്യാം. മനസ്സിലായോ? തേർഡ് പേഴ്സൺ എങ്ങനെയും തിങ്ക് ചെയ്യാം. ഇപ്പം നമ്മൾ തിങ്ക് ചെയ്യുന്നത് എന്താ, ഇപ്പം എൻ്റെ തിങ്കിങ് എന്താ, പിന്നെ ഇങ്ങനെ പ്രൊഫൈലിൽ സ്വന്തം ഫോട്ടോ ഇട്ട് നമ്പർ വെച്ച് അത്രയും ഒരു വിവരമില്ലാത്ത ഒരാളാണെന്നുള്ളത്. അങ്ങനെ ചെന്ന് സ്വന്തം ഓൺ പ്രൊഫൈലും കൊണ്ട് ചെന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥാനത്ത് പോയിട്ട് പെൺകുട്ടികളുടെ ഒക്കെ ചാറ്റ് ചെയ്തിട്ട് അതാ ഞാൻ പെട്ടു പറഞ്ഞിരിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ് ഇസ് ജസ്റ്റ് എ മാനിപ്പുലേറ്റീവ് സ്റ്റോറി. അതായത് ഇത് പറയുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ, ലൈക്ക് ഈ ടിൻഡർ ഉപയോഗിക്കുന്ന ഇവർ ഈ പെർസ്പെക്റ്റീവ് ഉണ്ടാക്കി ഇത് പ്രൂവ് ചെയ്യുന്ന ആരോടാന്ന് വെച്ചാൽ, പാർട്ണറുള്ള ആൾ, ഫിയാൻസെ, വൈഫ്, ഹസ്ബൻഡ്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, റിലേഷനിൽ നിൽക്കുന്ന ആൾക്കാർ, ഇവർ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഈ സ്റ്റോറി എത്ര പേര് ഇപ്പോൾ ഒരാൾ പോയിട്ട് ഓപ്പോസിറ്റ് പാർട്ട്ണറോട് പറയുക, ഞാൻ ടിൻഡർ ഉപയോഗിക്കുന്നത് നാളെ എൻ്റെ ബിസിനസ് വളരാനാണ്, ടിൻഡർ വഴി എനിക്കൊരു 10 കസ്റ്റമേഴ്സ് വരും, 2 ഇൻവെസ്റ്റേഴ്സിനെ കിട്ടും എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഓപ്പോസിറ്റുള്ള മണ്ടനോ മണ്ടത്തിയോ ജീവിക്കാൻ വരെ അർഹരല്ല. അതെ, ഈ ഒരു കാലഘട്ടത്തിൽ ദേ ആർ ഔട്ട്ഡേറ്റഡ്. അവർക്ക് പിന്നെ ജീവിക്കാൻ വരെ അവർക്ക് ഒരു അർഹതയില്ല. കാരണം അത്രയും കാലം മുന്നോട്ട് പോയിട്ട് ഇത് അറിയാത്ത മണ്ടനും മണ്ടത്തിയായിട്ട് ജീവിക്കണ്ട. മനസ്സിലായില്ലേ? വലിയ പ്രയാസമാണ്, ഭയങ്കര പ്രയാസമാവും ജീവിക്കണം എന്നുണ്ടെങ്കിൽ. അയ്യോ അത് ഭയങ്കര. ഇനി ഇപ്പോഴും ഫസ്മിനെ പറഞ്ഞതിൽ ഫസ്മിനയുടെ മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലായി, ഫസ്മിനെ പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഈ പറഞ്ഞ നറേറ്റീവ്, ഏത് ടിൻഡറോ അല്ലെങ്കിൽ ഒരു ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ടോ ഒരാൾ കൊടുക്കുന്ന ഒരു നറേറ്റീവ്, ഇതിപ്പോൾ ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ട് ബെറ്റിംഗ്, ഇതിപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റുമല്ലോ, ബെറ്റിംഗ് ആപ്പ് ഉപയോഗിക്കണ ഒരാളോട് അച്ഛനോട് മകൻ ചോദിക്കുകയാണ്, ഇത് അച്ഛാ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കള്ളത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്നത്? അല്ല മോനെ, എൻ്റെ EMI അടയ്ക്കാൻ, എന്റെ EMI അടയ്ക്കാനും നിന്നെ വളർത്തി പഠിപ്പിക്കാനും ഞാൻ 4 ആളെ പറ്റിച്ചാലും. ഹരീഷ് കണാരൻ മറ്റേ സിനിമ പറഞ്ഞ അമ്മ പെട്രോൾ അടിക്കാൻ 5000 റുപ്യാണെന്ന പോലെ. മോനെ എനിക്ക് തോന്നുന്നില്ല ഫസ്മിന ഫോർ ഷുവർ, എനിക്ക് തോന്നുന്നില്ല ഈ നറേറ്റീവ് വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അക്ബർ ഖാൻ ഈ വർഷം ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആൻഡ് ഫിനാലയിൽ വരെ എത്തിയ ആളാണ്. സോ വെരി പോപ്പുലർ ആൻഡ് ഈ വീഡിയോ കാണുന്നവരിൽ കുറേ പേര് പുള്ളിയുടെ ഫാൻസും ഉണ്ടാവും. അക്ബർ ഖാൻ്റെ പ്രശ്നം എന്നല്ല ഞാൻ പറയുന്നത്, ഹീ ഹാസ് ദിസ് ടിൻഡർ പ്രൊഫൈൽ. ഇതാണ് പുള്ളിയുടെ ടിൻഡർ പ്രൊഫൈൽ. ഇത് കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ അയച്ചു തന്നെയാണ്. അപ്പം ഈ ടിൻഡർ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇസ് ദിസ് അക്കൗണ്ട് ഫേക്ക്? ഇത് ഫേക്ക് ആയിക്കൂടെ? എന്തിനാണ് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി ഒന്ന് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കുന്നവർക്ക് അവിടെ മുകളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബ്ലൂ ടിക്ക് ഉണ്ട്.
ഇപ്പോൾ ഡേറ്റിംഗ് ആപ്സിൻ്റെ ഒക്കെ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫേക്ക് ഫേസ് വെച്ചിട്ട് കുറേ പണ്ട് നമുക്ക് നമ്മുടെ അല്ലാത്ത ഫേസ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിൽ നിന്ന് കുറേ സ്കാമും സീനും ഒക്കെ വന്നിട്ടാണ് ഇപ്പോൾ ടിൻഡറും ബമ്പിളും ആയിരിക്കുമൊക്കെ വളരെയധികം സെക്യൂരിറ്റി അവരുടെ കൂട്ടി. ആ സെക്യൂരിറ്റി കൂട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഹാവ് യുവർ ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ. അത് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഫേസ് ഐ ഡിയുടെ വെരിഫിക്കേഷൻ വരും. ആ ഫേസ് ഐ ഡി നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം പിന്നെ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ആധാർ നമ്പർ കൊടുക്കണം. ടിൻഡർ അക്ബർ എടുത്തു കഴിഞ്ഞ് യു സ്വൈപ്പ് എ പേഴ്സൺ, അതായത് ഒരു ഗേളിനെ സ്വൈപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്ത് മാച്ചായി കണക്റ്റ് ആക്കി. അത് കഴിഞ്ഞ് ഫസ്റ്റ് അവരുടെ ചാറ്റാണ്, ഫസ്റ്റത്തെ ചാറ്റാണ് ഞാനിവിടെ ഇടുന്നത്. ഈ ഫസ്റ്റത്തെ ചാറ്റിൽ നിങ്ങൾക്ക് കാണാം ആ കുട്ടി ചോദിച്ചേക്കുകയാണ് ഇസ് ദിസ് റിയൽ. അപ്പം റിപ്ലൈസ് ആണ്, യെസ്, ഓക്കെ. ഇനി ആ കുട്ടി എന്തിനാണ് അങ്ങനെ മെസ്സേജ് അയക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, യു സീ എ വെരി പബ്ലിക് ഫിഗർ. അതായത് നമുക്കറിയുന്ന, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കും, നമ്മൾ അത്ര അറിയുന്ന ആരാധിക്കുന്ന ഒരാളെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡേറ്റിംഗ് ആപ്പിലൊക്കെ കാണുമ്പോഴത്തേക്കും വി ആർ വെരി ക്യൂരിയോസിറ്റി ഭയങ്കര എക്സ്ട്രീമാണ്. അപ്പം നമുക്ക് ഇവർ ഒറിജിനലാണോ എന്നറിയാനുള്ള ആകാംക്ഷ അതിലും കൂടുതലായിരിക്കും. പാളി എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പാളി. ബിക്കോസ് ഒരു ക്യൂരിയോസിറ്റി തോന്നാം, അതുവരെ കറക്റ്റ്, അതായത് ക്യൂരിയോസിറ്റി തോന്നാം. ഇപ്പൊ നാളെ 10 പേര് അറിയുന്ന ഒരാള്, ഇപ്പൊ കല്യാണം കഴിഞ്ഞതോ അല്ലേ അതൊന്നും മാറ്റർ അല്ല, 10 പേര് അറിയുന്ന ഒരാള് അത്രേ ഉള്ളൂ. ഒരു പൊതുവായ സ്ഥലത്തോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയ സ്ഥലത്തോ എവിടെയാണെങ്കിലും ഒരു വെൽ നോൺ ഫിഗറിനെ കണ്ട എന്താ ഇയാൾ ഇവിടെ എന്തായാലും ഇത് തോന്നാം, ഇത് ക്യൂരിയോസിറ്റി. അത് ഞാൻ സംഭവിച്ചു. ഫസ്മിനെ ഈ ഒരു പോർഷന്റെ നറേഷന്റെ തുടക്കത്തിലേ പറയുന്നുണ്ട്, ഈ പറഞ്ഞ പെർട്ടിക്കുലർ ആപ്പുകളിൽ ഹൈ സെക്യൂരിറ്റിയാണ്. ഇപ്പോൾ നിങ്ങളെ ഫേസ് കൊടുക്കണം, ആധാർ കാർഡ് കൊടുക്കണം, എന്തിന് എല്ലാ സാധനവും ഇതിനകത്ത് ഇട്ട് കൊടുക്കണം, ഇന്നാലേ ഒരു പ്രൊഫൈൽ കൊടുക്കാൻ പറ്റൂ. അതിൽ തന്നെ ആ പ്രൊഫൈൽ ഇയാളത് എന്താണ് അക്ബറിന്റെ ബ്ലൂടിക്കുള്ള പ്രൊഫൈൽ, വിച്ച് മീൻസ് വേരിഫൈഡ് പ്രൊഫൈൽ. ഒരു വേരിഫൈഡ് പ്രൊഫൈൽ എനിക്ക് തോന്നുന്നു ടിൻഡറിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധിക കാലമായിട്ട് എന്ത് വേണം, ടിൻഡറിൽ വേരിഫൈഡ് ആയി വന്നുള്ള ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ ഇതേപോലെ അയാളൊരു ബോട്ടല്ല, ഒരു ഫേക്ക് അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു ടിൻഡർ യൂസറാണോ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലേഡി, ഹൂവർ ഇറ്റ് ഈസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ടിൻഡറിൽ അവരാണ് കയറാൻ പാടില്ലാത്തത്. ബിക്കോസ് ടിൻഡർ ആപ്പിന്റെ അവരെ മിസ്യൂസ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അല്ലെങ്കിൽ അവർ പോയിട്ട് ഒരു എന്താ പറയുക, ഒരു ബാഡ് സിറ്റുവേഷനിൽ പോയി എൻ്റെ പാവുള്ള സിറ്റുവേഷൻ, ഒരു ആപ്പിനെ കുറിച്ച് പഠിച്ചു കയറുക. അപ്പൊ ചുമ്മാ ലുഡോ കളിക്കാൻ കയറിയിട്ട് ലുഡോ കളിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതോ അല്ലല്ലോ, ഡേറ്റിംഗ് ആപ്പാണ്. ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ള സംഭവം അല്ല ഈ ആപ്സ്. പഠിക്കണം ഡെഫിനറ്റ്ലി, കാരണം സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഈ പറഞ്ഞ കുട്ടി ഇതേ കാലഘട്ടത്തിൽ ഇതേ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയല്ലേ. ഈ കുട്ടി ദിവസവും കേൾക്കുന്നില്ലേ ഇവിടെ ഡേറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ, ഡേറ്റിംഗ് ആപ്പ് വഴി ആളുകളെ ഇപ്പൊ അടുത്ത് റീസെന്റ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ഒരു സ്വർണ്ണം അടിച്ചു മാറ്റി മറ്റേ വിവാഹ വാഗ്ദാനം കൊടുത്തു. അപ്പൊ നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കേൾക്കുന്നില്ലേ ഡേറ്റിംഗ് ആപ്പ്? അപ്പൊ ഡേറ്റിംഗ് ആപ്പ് എന്താണ്, ഡേറ്റിംഗ് ആപ്പിൽ എങ്ങനെ സേഫ് ആൻഡ് സെക്യൂർ ആവാം, ഡേറ്റിംഗ് ആപ്പിൽ വരുന്ന പ്രൊഫൈൽസ് എങ്ങനെയെന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം അവിടെ പോയിരിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു ക്യൂരിയോസിറ്റീന്റെ മുകളിൽ ഈസ് ദിസ് റിയൽ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അക്ബർ എന്ത് ചെയ്യണമെന്ന് നോക്കണേക്കാളും നല്ലത് ശരിക്കും ഇവരെ ഫ്രണ്ടിനൊന്ന് മനസ്സിലാക്കണം, ഇതിനിങ്ങനെ ചതിക്കുഴികൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഏറ്റവും നല്ലത്. കാരണം എന്താ പറയുക, ഈസ് ദിസ് റിയൽ എന്ന് ചോദിക്കുമ്പോൾ ആ റിയൽ എന്നുള്ള ചോദ്യത്തിന് ആവശ്യം അവിടെ ഇല്ല. മനസ്സിലായില്ലേ? ഈസ് ദിസ് റിയൽ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ചോദിച്ചതാവും അറിയോ, എന്നെ വന്ന് സ്വൈപ്പ് ചെയ്തല്ലോ ഈസ് ദിസ് റിയൽ എന്നാവും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതാ, എന്നെ വന്ന് സ്വൈപ്പ് ചെയ്യാലോ ഈസ് ദിസ് റിയൽ, ആ ഈസ് ദിസ് റിയൽ ആണോ ഈസ് ദിസ് റിയൽ എന്നുള്ളത് ഐ റിയലി ഡൗട്ട്. ഓക്കെ, അല്ലാതെ ബ്ലൂടിക്ക് വെച്ച ഇത്രയും വെൽ നോൺ ഫേസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഫേക്ക് ഐ ഡി ഉണ്ടാക്കാൻ ഒട്ടും പറ്റാത്ത ഒരു ഡേറ്റിംഗ് ആപ്പിനകത്ത് അക്ബർ ഖാനെ കാണുമ്പോൾ ആർ യു റിയൽ, ഈസ് ദിസ് റിയൽ എന്ന് ചോദിക്കുന്നത് വെരി ഫിഷി എന്ന് പറയാനുള്ളത്. ഇത് ടിപ്പിക്കൽ ഒരു ബിഹേവിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ, അല്ലാണ്ട് നത്തിങ് അൺയൂഷ്വൽ. നമുക്ക് അറിയാനുള്ള ആകാംക്ഷ വളരെ കൂടുതലാണ്. സോ നമ്മൾ ചോദിച്ചു പോകും ഇസ് ദിസ് റിയൽ. നോർമലായിട്ട് കാണുന്ന ഒരു പേഴ്സൺ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഒരിക്കലും റിയൽ ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിച്ചു ഇസ് ദിസ് റിയൽ എന്ന്, പുള്ളി യെസ് എന്ന് പറഞ്ഞു. നോ ദിസ് ഇസ് നോട്ട് ടിപ്പിക്കൽ. ഇതൊരിക്കലും ഒരു ടിപ്പിക്കൽ സാധനമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇത് ഈ ആപ്പിനെ കുറിച്ച് അറിയാത്ത, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളുടെ ചോദ്യം പോലെയാണ് എനിക്ക് പേഴ്സണലി ഈസ് ദിസ് റിയൽ എന്നുള്ളത് ചോദിച്ചത്. അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ശരിക്കും എന്നോട് തന്നെയാണോ, നിങ്ങൾ തന്നെയാണോ സ്വൈപ്പ് ചെയ്തത് എന്നുള്ള ചോദ്യം പോലെ എനിക്ക് തോന്നിയത്. ആൻഡ് വൺ മോർ തിങ്, ഫസ്മിനയുടെ കംപ്ലീറ്റ് വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഇതിനകത്ത് ഓപ്പോസിറ്റുള്ള കുട്ടി
ആ കുട്ടി ഈ ആപ്പിനകത്ത് വന്ന ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ഫസ്മിന് പറയുന്നില്ല. ഓക്കെ, ആ കുട്ടിയുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. ആ കുട്ടി എന്തിനു വേണ്ടിയിട്ട്, ആ കുട്ടി എന്ത് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ ആപ്പിനകത്ത് എന്ത് എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നോ ഐഡിയ. അതിനെക്കുറിച്ചിട്ടും കൂടി നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ഐഡിയ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ദർ വിൽ ബി മോർ ക്ലാരിറ്റി. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആപ്പിൽ ഇപ്പൊ എങ്ങനെയാണോ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആപ്പിക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ. ഇതിൽ പോയി പറഞ്ഞ പോലെ നമ്മൾ ആധാർ കാർഡ് ഇതൊക്കെ ചെയ്തിട്ട് വേണ്ടേ. അപ്പൊ പിന്നെ ആ കുട്ടി ഇതിനെ പറ്റി അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഇതിൽ കയറിയിട്ടുണ്ടാവുക. ഹൂ നോസ്. എന്താണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു സൈഡാണ്. അക്ബർ ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായൊരു സംഗതി ആരും ഇതിനെ കുറിച്ച് ഇപ്പൊ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മേ ബി ആരും ചോദിക്കേണ്ട എന്നുള്ളത് കൊണ്ട് പേടിച്ചിട്ട് ആരും ചോദിക്കാതിരിക്കുന്നതാവും. ബട്ട് ഐ ഡെഫിനറ്റ്ലി ഐ വിൽ ആസ്ക്, ബിക്കോസ് അപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയുടെ ഇന്റൻഷൻ എന്താന്നുള്ളത് ഹൗ ക്യാൻ ഐ നോ? ഇപ്പൊ എനിക്ക് അതിനെ അറിയാൻ പറ്റും, എനിക്കൊരിക്കലും അറിയാം. ഇപ്പൊ എനിക്ക് അക്ബർ ഖാനെ വിളിച്ച് ചോദിക്കും, അക്ബർ എനിക്ക് അറിയുന്ന ഒരു വ്യക്തി, അപ്പൊ ആ കുട്ടീനെ വിളിച്ച് അറിയുന്ന ഞാൻ ആ കുട്ടീനെ വിളിച്ച് ചോദിക്കും. കാരണം ഇത് രണ്ടു ഭാഗം അറിയണ്ടേ. ആ കുട്ടി എന്ത് ഇന്റൻഷനാണ് വന്നിരുന്നത്, ആ കുട്ടിക്ക് എങ്ങനത്തെ തരം ആളുകളായിട്ട് മാച്ച് ചെയ്യാനാണ് താല്പര്യം, ആ കുട്ടി എന്താണ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് ഡേറ്റിംഗ് ആപ്പിനകത്ത് എന്നുള്ളത് നമുക്കറിയണം. ഡെഫിനറ്റ്ലി ദാറ്റ്സ് ഓൺ, അത് ഓണാണ്. മനസ്സിലായോ? അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇതിനകത്തില്ല. അതിനെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കും, ഈ വിഷയത്തിൽ സംസാരിച്ച് ആരും അതിനെക്കുറിച്ച് സംസാരിക്കില്ല. വൈ? ബിക്കോസ് അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടികളെ കുറിച്ച് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളത് കൊണ്ട് അത് സ്ത്രീകളെ ചോദിച്ചു, സ്ത്രീ ആയതുകൊണ്ടാണല്ലോ അവിടെ ഇരുന്നിരിക്കുന്നത്. പുരുഷനും സ്ത്രീ ഒക്കെ ഒരു സ്ഥലത്താണല്ലോ. പുരുഷനോട് ചോദിക്കുന്ന അതേ ചോദ്യം ആരോടും ചോദിക്കാം, സ്ത്രീയോടും ചോദിക്കാം. ഒരു കാര്യമില്ല. അവിടെ പോയാൽ രണ്ടുപേർക്കും ഒരുപോലെ ക്വസ്റ്റ്യൻ വരും. ഇവിടെ അക്ബർ ഖാനോട് എങ്ങനെ ചോദ്യം വന്നു അതേ ചോദ്യം തന്നെ ആ പെൺകുട്ടിയോടും വരും. ചോദിക്കേണ്ട വേണം ആ പെൺകുട്ടിയോട്. അപ്പോൾ ആ കുട്ടിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അടുത്ത ചാറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത ചാറ്റ് എങ്ങനെ വിശ്വസിക്കൂ എന്നുള്ള ഇത്. അപ്പോൾ ഹി വാസ് ലൈക്ക് ട്രസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, അതായത് പുള്ളി ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പുള്ളി റെഡിയാണ്. ഐ ഡോണ്ട് നോ ലൈക്ക് എന്തിനാണ് പുള്ളി റെഡിയാവുന്നത്, അല്ല ആസ് ഇൻ എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി ഐഡൻറ്റിറ്റി ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹീ ഈസ് റെഡി, അതും ഓക്കെ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ദിസ് ഇസ് ദ തേർഡ് ചാറ്റ്. തേർഡ് ചാറ്റിൽ അവൾ ട്രസ്റ്റ് എങ്ങനെയാണ് വരുത്തണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി, അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് നമുക്ക് ഇൻസ്റ്റയിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് റിക്വസ്റ്റ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് രണ്ടും സെയിം ആളാണെന്ന്. ആൻഡ് ഷീ ടോൾഡ് നമ്പർ ഷെയർ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ അല്ലെന്നറിയാം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന്. ബട്ട് ഹി വാസ് ഓക്കെ ടു ഷെയർ ഹിസ് നമ്പർ. പുള്ളി പറഞ്ഞു പുള്ളി നമ്പർ ഷെയർ ചെയ്യാൻ ഓക്കെയാണ്. അപ്പം എനിക്ക് വന്നൊരു ഡൗട്ടാണ്, നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ഇത്രയും പബ്ലിക്കലി ഇത്രയും ഇപ്പോൾ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്പർ ഷെയർ ആക്കുമോ, ഒറിജിനലി നമ്പർ ഷെയർ ആക്കുമോ എന്ന് നമുക്ക് തോന്നും. ബട്ട് യെസ്, ഹീ ഷെയർഡ് ഹിസ് നമ്പർ. അതാണ് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു 2 മിനിറ്റ് ചാറ്റിൽ തന്നെ പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ വേർ ദിസ് ഗോസ്. ഓക്കെ, ഇതിൽ പുള്ളി പറയുന്നുണ്ട് ലെറ്റ്സ് നോ ഈച്ച് അതർ അല്ലേ. ഓക്കെ, ലെറ്റ്സ് നോ ഈച്ച് അതർ. വൈ ഡു യു ഹാവ് ടു നോ ഹർ? കാരണം പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊണ്ട് തനിക്ക് വേറെ ലൈക്ക് ഗെയിനോ അങ്ങനെ ഒന്നുമില്ല. ഷീ ഈസ് എ വെരി നോർമൽ ഗേൾ. അപ്പോൾ ബിസിനസ് പരമായിട്ടൊരു ഗെയിനും ഇല്ല, ഒന്നുമില്ല. ഇനി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ പോലും ഐ ഡോണ്ട് നോ വൈ യു ആർ ഗോയിങ് ഇൻ ടു ടിൻഡർ, ഷെയറിങ് യുവർ നമ്പർ. അത് കഴിഞ്ഞിട്ട് അവളെ കുറച്ചും കൂടെ അടുത്തറിയാമെന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഹീ ഹാസ് എ ഫിയാൻസെ. അതിപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പുള്ളിക്കാരി ആ എപ്പിസോഡിൽ വരികയും പുള്ളിനെ കെട്ടിപ്പിടിക്കുകയും അവർ തമ്മിൽ കുറേ പുള്ളി കരയൊക്കെ ചെയ്തായിരുന്നെന്ന് തോന്നുന്നു, മിസ് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഒരു റിലേഷനിൽ നിൽക്കുന്ന അത്രയും കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന ഒരാൾ ടിൻഡറിലൊക്കെ കയറി ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ നമ്പർ കൊടുക്കാൻ ഒറ്റയടിക്ക് എന്ന് പറയുന്നതിലോട് ഞാൻ യോജിക്കുന്നില്ല. സോ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്സ് എ നൈസ് ഐഡിയ. എല്ലാവർക്കും പുള്ളി മാരീഡ് ആണ് എന്ന് അറിയണം എന്നില്ല. പുള്ളീനെ ജസ്റ്റ് അറിയാവുന്ന ആൾക്കാരാണ്, പേഴ്സണൽ ലൈഫ് അറിയാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഷീ സോ ഹർ ഫോട്ടോ. അവളുടെ അക്കൗണ്ട് നോക്കിയപ്പോഴത്തേക്കും പുള്ളീനെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടു ബിഗ് ബോസിൽ നിന്ന ടൈമിൽ. അപ്പോൾ ഷീ ന്യൂ ഹി വാസ് മാരീഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന്. ആൻഡ് ദെൻ ഷീ സെൻഡ് ദിസ് ലാസ്റ്റ് കോൺവെർസേഷൻ. അതായത് ഷീ സെഡ് എ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ് ഒക്കെ വിഷ് ചെയ്തു. ഇത് കണ്ടിട്ട് ചെയ്യുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. അപ്പോൾ ഓൾ ഹി സെഡ് വാസ് താങ്ക് യു. ആൻഡ് വാട്ട് ഇഫ് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, വാട്ട് ഇഫ് അവളത് കണ്ടുപിടിച്ചില്ല, ആ ചാറ്റ് ലീഡ് ഓൺ ചെയ്തായിരുന്നെങ്കിൽ വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ്? വാട്ട് ഇഫ് വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകാൻ പോണില്ല. അക്ബർ ഖാൻ വന്നിട്ടൊരു ഡേറ്റിംഗ് ആപ്പിനകത്ത് ഷെയർഡ് ഹിസ് നമ്പർ,
ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് യു എന്ന് പറയുന്നു. അവർ നമ്പർ ഷെയർ ചെയ്യുന്നു. പിന്നെ അത് നമ്പർ ഷെയർ ചെയ്തതിൽ നിന്ന് മുന്നോട്ട് കുറേ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും രണ്ടുപേരും ഇൻറ്റൻഷനലി അത് അറിയാൻ വേണ്ടി ചെയ്ത പോലെ തന്നെ വരൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അതിൽ വാട്ട് ഇഫ് ഇല്ല. ഓക്കെ, വാട്ട് ഇഫ് വരും. എപ്പോൾ അക്ബർ ഖാൻ ഇത് ചെയ്തു, അതിനുശേഷം ആ കുട്ടിക്ക് ഒരു വാഗ്ദാനം കൊടുത്തു, ആ കുട്ടിയെ ചതിച്ചു, ആ കുട്ടിയെ ലൈക്ക് എന്താ പറയുക ഭയങ്കര മോശമായ രീതിയിൽ യൂസ് ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ കാര്യങ്ങൾ പോയാൽ എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ കൂടുതൽ കടന്ന് ചിന്തിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ആവാം എന്ന് ചിന്തിക്കണത്. ഇതെന്താ അറിയോ, ഇത് ശരിക്ക് ഇപ്പോൾ എന്താ പറയുക അക്ബറിൻ്റെ വൈഫിൻ്റെ ഒരു പെങ്ങള് ആ രീതിക്കാണ് ആര് പറയുന്നത്, ഫസ്മിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് എൻ്റെ ലൈക്ക് നമ്മളെ അത്രയും ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ചേച്ചിയുടെ ഫിയാൻസ് ഇതേപോലെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ആംഗിളിലാണ് ഫസ്മിനെ പറഞ്ഞു പോകുന്നത്. പക്ഷെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഡേഞ്ചർ എന്താ വെച്ചെങ്കിൽ നോവെയർ ഇൻ ദിസ് എൻറ്റയർ ചാറ്റ് ആ വ്യക്തി എവിടെയും ഒരു വൾഗർ ടോക്ക് നടത്തിയിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ഒരു ടോക്കിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബേസിക്കലി അയാൾ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, നമ്പർ കൊടുത്തത് എൻ്റെ അറിവിൽ അത് അക്ബറിൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഒരു ഉടായ്പ കാണിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഉടായ്പന്മാരെ, ഞാൻ അവിടെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് കുറേ ഉടായ്പന്മാരെ. സ്വന്തം നമ്പർ കൊടുക്കാതെ വേറൊരുത്തൻ്റെ പേരിലെടുത്ത നമ്പർ കൊടുത്ത് അത് ചെയ്തവരുണ്ട്. പേഴ്സണൽ നമ്പർ കൊടുക്കുമ്പോൾ അക്ബറിന് അറിയണല്ലേ, എന്തെങ്കിലും പണി കിട്ടിയ അക്ബറിന്റെ ഡയറക്റ്റ് പണിയായിരിക്കും അക്ബറിന് അറിയാം. പിന്നെ അത് ഉടായ്പ കാണിക്കാനാണെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പൊ ഞാനാണ് ഈ പൊസിഷൻ, ഞാൻ ഉടായ്പ കാണിക്കുന്ന ഒരുത്തരാന്ന് വിചാരിച്ചോ, ഞാൻ ഇന്ന നമ്പർ കൊടുക്കുമോ? ഞാൻ ജിത്തുവാൻ്റെ നമ്പർ കൊടുത്തിട്ട് ജിത്തുവാൻ്റെ നമ്പറിന് ഇയാളെ പേരിലൊരു ഇതെടുത്തിട്ട് ഞാൻ അതിന് ചാറ്റ് ചെയ്ത് ലാസ്റ്റ് പിടിക്കുമ്പോൾ എന്താവും? അങ്ങനെ ഒരു മോഡസ്, ഒരു കള്ളത്തരം കാണിക്കുന്നതിന്റെ മോഡസ് അതാ അല്ലേ? അല്ലാതെ ഇതാണോ? അക്ബർ വെറും മണ്ടനെന്ന് ഞാൻ പറയുള്ളൂ. നമ്പറും കൊടുത്ത് പോയി തല വെച്ച് കൊടുത്ത് പണിയിട്ടാൻ വേണ്ടി മണ്ടനായിട്ട് നിൽക്കുന്ന ആളെന്ന് ഞാൻ വിചാരിക്കാൻ പറ്റുള്ളൂ. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇവര് അക്ബറിന് കൊടുത്ത റിപ്ലൈ ലാസ്റ്റ് ഐ എം എ ഗേൾ, എനിക്ക് ഈ സിറ്റുവേഷൻ, വാട്ട് ഈസ് ഹെർ ഇന്റൻഷൻ? ഞാൻ ചോദിക്കുന്ന എൻ്റെ അതിനെ കുറിച്ചും കൂടെ ഡിസ്കസ് ചെയ്യണം. വാട്ട് ഈസ് ഹെർ ഇന്റൻഷൻ? അപ്പൊ അവർക്ക് ഒരിപ്പോൾ അക്ബർ ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ കമ്മിറ്റഡ് അല്ലെങ്കിൽ ഞാൻ ഇതേ ചോദ്യം തിരിച്ച് ഫസ്മിനോട് ചോദിക്കാം, വാട്ട് ഇഫ് if they take it forward? അതെ, വാട്ട് ഇഫ്? ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. അക്ബർ ഖാൻ കമ്മിറ്റഡ് അല്ല, അക്ബർ ഖാൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ ആണ്. ഓക്കെ, വിൽ യുവർ ഫ്രണ്ട് ബി ഓക്കെ വിത്ത് ഇറ്റ്? ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ ഒരു ഡേറ്റിംഗ് ആപ്പിനകത്ത് കുട്ടി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഡേറ്റിംഗ് ആപ്പിനകത്ത് അവർ വന്നിരിക്കുന്നത് എന്തിനാ? ഒരു സിംഗിളായ ഒരു വ്യക്തിയുമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് വർക്കൗട്ട് ആവുമോ നോക്കാനാണ് അവർ വന്നത്. അക്ബർ ഖാനും ഡേറ്റിംഗ് ആപ്പിനകത്ത് വന്നത് ഒരാളെ ഇതേപോലെ കണ്ട് അവരോട് സംസാരിച്ച് അത് വർക്കൗട്ട് ആവാനും നോക്കാനാണ്. ആ നോക്കാനാണെന്ന് ഇപ്പം ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ പെൺകുട്ടിയും ഈ അക്ബർ ഖാനും അതിനകത്ത് വർക്കൗട്ട് ആവുമോ നോക്കുന്നതൊന്നും ഒരു കുൽസിത ആംഗിൾ എന്ന് ഞാൻ പറയില്ല. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാനും ആപ്പ് ബേസിക്കലി എന്തിനാണ് ഈ ആപ്പുകളൊക്കെ ഉള്ളത്? നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാനും ഫ്രണ്ട്സ് ആക്കാനും. മൈക്ക് ചാടിപ്പോയി, സോറി ഗൈസ്, മൈക്കൊന്നും ചാടിപ്പോയതാ, കാന്തം ചാടിപ്പോയി. അപ്പോൾ വിഷയം വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ കുട്ടിക്ക് അക്ബർ ഖാൻ കല്യാണം ഫിക്സ് ചെയ്ത ഒരാൾ എന്നുള്ളതാണ് സീന്. പിന്നെ കേരളത്തിൽ ബിഗ് ബോസ് കാണുന്ന വലിയൊരു ഓഡിയൻസ് ഉണ്ട്, കോടിക്കണക്കിന് മലയാളികൾ കേരളത്തിലും കേരളത്തിന് പുറത്തു വരുന്ന മലയാളികൾ കാണുന്നൊരു ഷോ ആണ്. ആ ഷോവിനകത്ത് ഇപ്പോൾ സ്നേഹ വന്നപ്പോൾ എൻ്റെ വൈഫ് സ്നേഹ എന്നുള്ളതല്ല, ഇപ്പോൾ സ്നേഹയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വിസിബിലിറ്റി ഉണ്ട്. അക്ബർ ഖാൻ്റെ വൈഫിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും അക്ബർ ഖാൻ്റെ വൈഫിനെ അറിയാം. ബിക്കോസ് അവരൊന്നുകൂടി ആക്റ്റീവായിട്ട് സ്നേഹ ചെയ്ത പോലെ തന്നെ പ്രൊഫൈലിരുന്ന് വീഡിയോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അക്ബറിൻ്റെ സപ്പോർട്ടും കൂടി ചെയ്തതുകൊണ്ട് കൂടുതൽ അവരെല്ലാവർക്കും അറിയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് സത്യത്തിൽ എന്താ പറയുക, അക്ബർ വന്ന് അക്ബറിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കാനോ നോക്കാനോ നിൽക്കാതെ ആദ്യമേ കയറിയിട്ട് ഇവൻ കുൽസിതത്തിന് വന്നതാണേ, ഇവൻ ആദ്യം നിങ്ങൾ പൊളിച്ചു വിടണേ എന്നുള്ള ഫീലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് അയാളുടെ ഇമേജ് ആൻഡ് ക്രെഡിബിലിറ്റി അൺടിൽ അൺലെസ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കോൾ ഔട്ടിൻ്റെ ഒരു സാധനം ഇല്ല, ഈ ഒരു ചാറ്റോ ഈ സംസാരമല്ല, നിങ്ങൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേറെ ആരും ഇത് കോൾ ഔട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു റെപ്യൂട്ടേഷൻ വന്നൊരു ലോസിന് നിങ്ങൾ എന്ത് തരം പറയും? ഒരു പക്ഷേ ഇതിന് അതല്ലാതെ ഇവർ പറയണ പോലെ ഒരു മറുവശം ഉണ്ടെങ്കിൽ ഒരുപാട് ആൾ നിങ്ങളോട് സപ്പോർട്ട് ഈ പറഞ്ഞ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യും സീരിയസ്ലി. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ പറയുകയാണ്, ഇപ്പൊ ഫസ്മിനെ അടക്കം അല്ലെങ്കിൽ ബാക്കി ഇനി വേറെ ആരെങ്കിലും ഒക്കെ എനിക്ക് വന്നിട്ട് പറയുകയാണ് ഇപ്പൊ എന്നോട്, അക്ബർ ഖാൻ ഇതേപോലെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ രീതിക്ക് സംസാരിച്ചിട്ടുണ്ട്, ഈ രീതിക്കല്ല വേറെ രീതിക്ക് വൾഗർ ആസ്പെക്റ്റിൽ കൊണ്ടുവന്ന് സംസാരിച്ചു, നമ്മൾ തന്നെ എന്ത് ചെയ്യും? അപ്പൊ അത് സംസാരിക്കും. ഇതല്ലാത്ത പക്ഷം ഈ ഒരു സിനാരിയോ ഈ ഒരു കേസിനകത്ത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് വിസിബിളി എന്തില്ല,
ഒരു തരത്തിലും ഒരു വേറൊരു ഇൻറ്റൻഷൻ എനിക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാനിത് ഡയറക്റ്റ്ലി എനിക്ക് പ്രശ്നമായി തോന്നുമായിരുന്നെങ്കിൽ ഇതെങ്ങനെയാവും ഉണ്ടാവണമെന്നല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ അയച്ച് ഇത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്, ഇത് എടുത്തിട്ട് നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ പോവാം, നമുക്ക് അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പ്രശ്നം കാണുള്ളൂ. ഇത് രണ്ടുപേരും ഒരേ ഉദ്ദേശത്തിലായിരിക്കും ആ ഒരു ആപ്പിൽ വന്നിട്ടുണ്ടാവുക. എന്നിട്ട് പിന്നെ സംസാരിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നത് അത് എവിടുത്തെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത് എന്താ പറയുക, ഞാൻ പറഞ്ഞ അക്ബറിന്റെ ഇന്റൻഷൻ എന്താന്നുള്ളത് അതായത് ഇവർ ഇന്റർപ്രറ്റ് ചെയ്യാണ്. ഇന്റർപ്രിട്ടേഷൻ അല്ലല്ലോ അത്. അക്ബറിന്റെ ഇന്റൻഷൻ എന്താന്നുള്ളത് വാട്ട് യു ലൈക്ക് സേയിങ് ലൈക്ക് എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആരെങ്കിലും ഒരാളെ ഐ എം ഗോയിങ് ടു എക്സ്പോസ് ഹിം, ഐ എം ഗോയിങ് ടു എക്സ്പോസ് ഹെർ എന്ന് പറഞ്ഞാൽ എക്സ്പോസ് ചെയ്യണം. നമ്മൾ ഒരിക്കലും വന്നിട്ട് മറ്റേ ചൂണ്ടിലിട്ട് മീൻ പിടിക്കണ മാതിരി കാണിക്കരുത്, അത് ബെയ്റ്റ് ഇട്ടിട്ട് മീൻ പിടിക്കണം. എക്സ്പോസ് മീൻസ് എക്സ്പോസ് ആണ്, ഇത് എക്സ്പോസിങ് അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അലിഗേഷൻ കൊടുക്കും. അലിഗേഷനാണ്, ഒരാളെതിരെ അലിഗേഷനാണ്. അയാളെ ഭാഗത്തൊരു പ്രശ്നം ഇല്ലാത്തടത്തോളം സമയം ഇത് അലിഗേഷനാണ്. ആ അലിഗേഷൻ ഒരാളുടെ റെപ്യൂട്ടേഷനെ ഭയങ്കര ടാർണിഷ് ചെയ്യാം, അയാളുടെ റെപ്യൂട്ടേഷൻ പോട്ടെ അയാളെ പേഴ്സണൽ ലൈഫിനെ വരെ ടാർണിഷ് ചെയ്യാൻ രീതിയിലുള്ള ഒരു അലിഗേഷൻ ആയി മാറിക്കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അയാൾ ഇത്രയും ലൈവ് ലൈറ്റിൽ നിൽക്കുന്ന ആളാണ്, ഇത്ര ആളുകൾ അറിയുന്ന ആളാണ്, ഇത്രയൊക്കെ ഒരാളെ പറ്റി പറയുമ്പോൾ അയാൾക്ക് അത് ബാധിക്കുന്നത് വേറെ രീതിയിലാണ്. അയാളെ പേഴ്സണൽ ലൈഫിൽ ബാധിക്കും. അതെ, അത് കുറെ കേൾക്കുമ്പോൾ അയാളെ വൈഫിനൊക്കെ ഇതുപോലത്തെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത് പറയാൻ പാടും എനിക്കറിയില്ല, അക്ബർ വെരി പേഴ്സണലി പറഞ്ഞാണ്. ബട്ട് അക്ബറിന്റെ സിറ്റുവേഷൻ അറിഞ്ഞത് ഞാൻ പറയുകയാണ്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു, അവർക്ക് ഇതൊരു വിഷയമില്ല, അവർക്ക് നമ്മൾ തമ്മിൽ അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. ബട്ട് സ്റ്റിൽ അക്ബറിന്റെ വൈഫിന് ഇപ്പം ഈ ഓവർലോഡ് ഓഫ് മെസ്സേജസ് ഇവൻ പറ്റിക്കും ചതിക്കും എന്നൊക്കെ പറയുമ്പോൾ ആർക്കാണെങ്കിലും നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളെ വേറൊരാൾ കുറേ ആൾക്കാർ വന്ന് ഇവൻ കള്ളനാ ചതിക്കാനാ പറ്റിക്കാനാ അത് ഒരു റീസണും ഇല്ലാതെ കൊണ്ടുവന്ന് പറയുമ്പോൾ അത് അവരെ എഫക്റ്റ് ചെയ്യും. ദാറ്റ് ഡെഫിനറ്റ്ലി എഫക്ട്സ്. സോ അതിലേക്ക് ലീഡ് ചെയ്തത് കുറച്ച് മോശമായി പോയി എന്ന് എനിക്ക് പേഴ്സണലി പറയുള്ളൂ. എക്സ്പോസ് മീൻസ് കംപ്ലീറ്റ്ലി യു ഹാവ് ടു എക്സ്പോസ്, ഓറൽസ് ഈ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞിട്ട് വേണം ഈ കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ പറയൂ. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ ദിസ് ഈസ് ജസ്റ്റ് ആൻ അലിഗേഷൻ. എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാണ്ടെങ്കിൽ മാത്രമേ അത് എക്സ്പോസ് ആവുള്ളൂ. ദിസ് ഈസ് ജസ്റ്റ് ആൻ അലിഗേഷൻ. അലിഗേഷൻ എന്ന് പറയുമ്പോൾ അക്ബർ ഖാനെതിരെ അലിഗേഷൻ വരും, ആ അക്ബർ ഖാന്റെ ഓപ്പോസിറ്റ് എന്ന പെൺകുട്ടിക്കെതിരെ അലിഗേഷൻ നമുക്ക് പറയാം. ഓക്കെ, ഇത് ആ സിനാരിയോയിൽ എടുക്കാൻ പറ്റും. പിന്നെ ഫസ്മിനയുടെ ഒരു ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഫസ്മിനയ്ക്ക് ഉണ്ടായ പോലത്തെ ഒരു ബാഡ് ഫേസ്, ഒരു എന്താ പറയാ മോശം അനുഭവം വേറൊരാൾക്ക് ഉണ്ടാവരുത്. അവർക്ക് അങ്ങനെ ഒരു ആൺകുട്ടീൻ്റെ അടുത്ത് ഒരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ ആൺകുട്ടികൾ എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പാടുണ്ടോ? അല്ല, അത് അവരുടെ സിറ്റുവേഷനിൽ അവർക്ക് പാടായിരിക്കും. കാരണം റീസെന്റ് ആണ് അവർക്ക് ആ ബ്രേക്കപ്പ് വന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അതാണ് ആ സംഗതി. നമ്മൾ ആ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ ഇത് കാണുമ്പോൾ തോന്നും, ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ ചൂടുവെള്ളം കാണുമ്പോൾ അല്ല വെള്ളം കാണുമ്പോൾ തന്നെ പേടിക്കുന്ന പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ദിസ് ഇസ് ജസ്റ്റ് എൻ അലിഗേഷൻ. ഇതിൻ്റെ മുകളിൽ വല്ല മാസീവായിട്ടുള്ളൊരു കോൾ ഔട്ടും വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ ഫസ്മിനിക്കാവും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്ബർ ഖാൻ അങ്ങനെ ഒരു സീൻ ഇതായിട്ട് വന്നിട്ടും കിട്ടിയിട്ടും ഇല്ല. ഓക്കെ, അക്ബർ എന്താണെങ്കിലും കേസും കൂട്ടവും കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്.